അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ദോശമാവാണ്. ഇതൊരു തമിഴ്നാട് ടച്ചിലുള്ള ഡിഷാണ് കേട്ടോ. അവർ അരിയും ഉഴുന്നും അരച്ചുണ്ടാക്കുന്ന മാവ് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ദോശ, ഇഡ്ഡലി, ഉത്തപ്പം, അതുപോലത്തെ ഒരു ഡിഷാണിത്. കുഴി പനിയാരം എന്നാണ് ഇതിന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും, എങ്കിലും ഒന്നൊന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇത് 3 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും അതുപോലെ തന്നെ 3/4 കപ്പ് ചോറും ഒരു ടീസ്പൂൺ ഉലുവയും വേറെ വേറെ സോക്ക് ചെയ്ത് അരച്ചെടുത്തതാണ്. എല്ലാം വേറെ വേറെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒരു ബൗളിലിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 8 to 10 hours ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കും. അങ്ങനെ മാറ്റി പുളിച്ച് കിട്ടിയ മാവാണിത്. ഇതിലേക്ക് അപ്പസോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്നൊരു 2 കപ്പ് മാവ് നമുക്കെടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചെറിയതാക്കി അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും ഇതിലേക്ക് തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അവർ ദോശ ഉണ്ടാക്കാനാണെങ്കിലും മുത്തപ്പം ഉണ്ടാക്കാനാണെങ്കിലും എന്തിലേക്കും നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്. നല്ലെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത്. നല്ലെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടത് നമുക്കൊരു ഉണ്ണിയപ്പ ചട്ടിയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഓയിലൊന്ന് തടവി കൊടുത്താലും മതിയാവും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടും. ഇത് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഒരു സൈഡ് ഗോൾഡൻ കളറായി മാറിയാൽ നമുക്ക് മറു സൈഡും തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുഴി പനിയാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി ഇത് നമുക്ക് ചട്ടിനിയുടെ കൂടെയും അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റുമായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനും ഒക്കെ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.